പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദ് ബോസിന് ആക്രമിക്കപ്പെടും എന്ന ഭീഷണി ഇമെയിൽ ലഭിച്ചു. ഇതിനെ തുടർന്ന് വ്യാഴാഴ്ച രാത്രി കൊൽക്കത്തയിലെ ലോക് ഭവനിൽ സുരക്ഷ വർദ്ധിപ്പിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഗവർണറുടെ ഓഫീസിൽ നിന്നുള്ള ഒരു പ്രസ്താവന അനുസരിച്ച് അദ്ദേഹത്തെ പൊട്ടിത്തെറിപ്പിക്കും എന്ന് ഇമെയിൽ പറഞ്ഞിരിക്കുന്നു എന്നാണ്. അടിയന്തര സുരക്ഷാ അവലോകനം നടത്തേണ്ടതായി വന്നു. ഭീഷണിയുടെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചു. തുടർന്ന് കൂടുതൽ സംരക്ഷണ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് സെറ്റ് പ്ലസ് സുരക്ഷയാണുള്ളത്. സുരക്ഷയുള്ള ഗവർണറെ ഇപ്പോൾ പശ്ചിമ ബംഗാൾ പോലീസും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സും ഏകോപിപ്പിച്ച് വിന്യാസം നടത്തുന്നുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും നിലവിലുള്ള ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ രാത്രി വൈകിയും യോഗം ചേരുന്നു. മുൻപും സമാനമായ ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഏറ്റവും പുതിയ ഇമെയിലിനെ കുറിച്ച് അന്വേഷണം തുടരുകയാണ്. അത് എവിടെ നിന്നാണ് വന്നത്, ആരാണ് അതിന്റെ പിന്നിൽ എന്നുള്ളതൊക്കെ അന്വേഷിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ വരാനിരിക്കുന്നു. ഈ സംഭവം രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കും കാരണമായി. BJP നേതാവ് അമിത് മാളവിയ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലെ ഉള്ള സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ്. മമതാ ബാനർജിയുടെ ഭരണത്തിലേക്ക് സ്വാഗതം. അവിടെ ഗവർണർ പോലും സുരക്ഷിതരല്ല. പശ്ചിമ ബംഗാളിൽ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്ന് അദ്ദേഹം ആരോപിച്ചു. കൽക്കരി കള്ളക്കടത്തും കള്ളപ്പണം വെളുപ്പിക്കലും ആരോപിക്കപ്പെട്ട ഒരു സ്വകാര്യ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിനായി ആഭ്യന്തരമന്ത്രി മമതാ ബാനർജി EDയിൽ നിന്ന് കുറ്റകരമായ ഫയലുകൾ തട്ടിയെടുക്കുന്ന തിരക്കിലാണ്. മമതാ ബാനർജി ഒരു അനിയന്ത്രിതമായ ദുരന്തമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് രാഷ്ട്രീയ സംഘർഷങ്ങൾ അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വ്യാഴാഴ്ച നേരത്തെ കൽക്കരി കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നതിനിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി പൊളിറ്റിക്കൽ കൺസൾട്ടൻസി സ്ഥാപനമായ IPSന്റെ ഓഫീസ് സന്ദർശിച്ചിരുന്നു. EDയുടെ നടപടികളെ ചോദ്യം ചെയ്ത മുഖ്യമന്ത്രി ഹാർഡ് ഡിസ്കുകൾ, സ്ഥാനാർത്ഥി പട്ടികകൾ, തന്ത്രപരമായ രേഖകൾ എന്നിവ ഉൾപ്പെടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഏജൻസി പിടിച്ചെടുത്തതായിട്ടാണ് ആരോപണം നടത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ് എന്നും മമതാ ബാനർജി ആരോപിച്ചിരുന്നു. എന്തായാലും ഗവർണർക്ക് നേരെ വന്നിരിക്കുന്ന ഈ ഭീഷണി, നിരവധി ഭീഷണികൾ ഇതിനു മുൻപും അദ്ദേഹത്തിന് പല അവസരങ്ങളിൽ ഉണ്ടെങ്കിലും ഈ ഭീഷണി വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ്, ഗൗരവമായിട്ട് തന്നെയാണ് ലോക് ഭവൻ പരിഗണിക്കുന്നത്. വളരെ ശക്തമായ സുരക്ഷ ലോക് ഭവനിൽ ഏർപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് കാര്യമായി അന്വേഷിക്കുന്നതിനും ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയുന്നതിനുമൊക്കെയുള്ള കൂടുതൽ തയ്യാറെടുപ്പുകൾ, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനുള്ള നിരീക്ഷണങ്ങൾ തുടർന്നിരിക്കുകയാണ്. ഇങ്ങനെ മുൻപും അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ അദ്ദേഹത്തിനോട് വിരോധമുള്ളവർ ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ കൂട്ടിയിട്ടുണ്ട്. എങ്കിലും ഇത്തവണ വളരെ ശക്തമായ ഒരു സുരക്ഷാ സംവിധാനമാണ് ഏകോപിപ്പിച്ച് നടത്തുന്നത്. അത് ഇതിന്റെ പിന്നിൽ ആരാണ്, അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഈ ഇമെയിൽ വന്നത് എന്നറിയുന്നതിനുള്ള കൂടുതൽ തെളിവെടുപ്പുകൾ അല്ലെങ്കിൽ അതിന്റെ പരിശോധനകളൊക്കെ അതിന്റെ മുറയ്ക്ക് നടക്കുകയാണ് എന്നാണ് ലോക് ഭവനിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ലോക് ഭവനിൽ അദ്ദേഹത്തിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യങ്ങൾ, കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം പലപ്പോഴും ഒരു കൺസിസ്റ്റൻസി പാലിക്കുന്ന ഒരു രീതിയിലല്ല പോകുന്നത്. ചില സമയങ്ങളിൽ ക്രമസമാധാനം വളരെ ഭദ്രമായിരിക്കുകയും അതിന്റെ അടുത്ത നിമിഷം വളരെ മോശമായ രീതിയിൽ ക്രമസമാധാനം തകരുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് പലപ്പോഴും ബംഗാളിൽ ഉണ്ടായിട്ടുള്ളത്. ബംഗാൾ ഗവർണറായി സ്ഥാനമേൽക്കുമ്പോൾ തന്നെ ബംഗാൾ മുഖ്യമന്ത്രിയുമായിട്ട് നിരവധി തവണ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതെല്ലാം നല്ല രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ശരി, രാത്രി വൈകിയ വേളയിൽ വന്ന ഈ ഒരു ഭീഷണി സന്ദേശത്തെ അതിൻ്റെതായ ഗൗരവത്തോടെ തന്നെയാണ് ഉദ്യോഗസ്ഥർ പരിഗണിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.